ഗായത്രി, അയ്യപ്പൻ വന്നോ? വരുന്ന വഴി മാധവേട്ടന്റെ ചായക്കടയിൽ കയറി ഇരിക്കുകയാണ് സാർ. ശരി, ഞാൻ വിളിച്ചോളാം. ബോഡി ആദ്യം കണ്ട ആളെയും കൂട്ടി പെട്ടെന്ന് ബാലിന്റെ വീട്ടിലോട്ട് വാ. ഞാൻ അവിടെ ഉണ്ടാവും. ഓക്കെ സാർ. വാസു. ആ സാർ. ആ ഗുഡ് മോർണിംഗ് സാർ. സാറെന്താ ഈ വഴിക്ക് രാവിലെ തന്നെ ഇങ്ങോട്ട് ഇറങ്ങി? പാപ്പനശ്ശേരി ഇതുകൂടായിരുന്നു പോകാൻ. ആ ലതക്കേസുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷിക്കുന്നതായിരിക്കും അല്ലേ സാർ? ആ അതെ അതെ. എന്നാ സാറ് പോയിക്കോ, ഞാൻ എൻ്റെ ഫ്രണ്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഓഹോ, എന്നാ ശരി. ഞങ്ങളെ ഒരു കല്യാണത്തിന് പോകേണ്ട ഏർപ്പാടിലാണ്. ഓക്കെ, എന്നാ ഞാൻ പോട്ടെ. ഓക്കെ സാർ, എന്നാ പിന്നെ കാണാം. വെരി വെരി ടാലന്റ് മാൻ. ഈ ലതാ കേസ് പോയാലും പെട്ടെന്ന് തന്നെ ക്ലോസ് ആവും. വാസോട്ടാ. ആ സജീവൻ വന്നോ? ആ വാസോട്ടാ പോവല്ലേ? ആ പോകാം സജീവ, ബസ് വരട്ടെ. എല്ലാം ദുബായ് ഐറ്റംസ് ആണല്ലോ. കാറിന് ഡോറും അടഞ്ഞല്ലോ. ഇദ്ദേഹമാണ് ഇൻസ്പെക്ടർ മുഹമ്മദ് അഷ്റഫ്. സാർ, ഇദ്ദേഹമാണ് ബോഡി ആദ്യമായി കണ്ടത്. പേര് മുസ്തഫ. അസ്സലാമലൈക്കും. വാലൈക്കും മുസ്സലാം. മുസ്തഫയുടെ വീട് എവിടെയാണ്? എന്താ ജോലി? കുറച്ചു കാലം മുമ്പ് ചെന്നൈയിൽ ബിസിനസ് ആയിരുന്നു. ഐ സി. ഇപ്പൊ ഒന്നുമില്ല. അടുത്ത് തന്നെ മകൻ ഷാജാന്റെ വീട്. ഇപ്പൊ ഞാൻ അവരെ കൂടെയാ. മുസ്തഫ ബോഡി കാണാനിടയ സാഹചര്യം? ലാസ്റ്റ് ഫ്രൈഡേ ജുമാ നിസ്കാരം കഴിഞ്ഞ് വരുമ്പം ചാണകം ചോട്ടിപ്പോയി. എന്നിട്ട് കാലും ചെരുപ്പും കഴുകാൻ വേണ്ടി കിണറിന്റെ അടുത്ത് പോയി. തൊട്ടിയെടുത്ത് കിണറ്റിലിടുമ്പോഴാണ് ബോഡി വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നതാണ്. ആളെ തിരിച്ചറിഞ്ഞപ്പോ ഞാൻ ഞെട്ടിപ്പോയി സാറേ. അവള് നല്ല സ്വഭാവമുള്ള മോളായിരുന്നു. ഓ, അപ്പോ മുസ്തഫയ്ക്ക് ലതയെ നേരത്തെ അറിയായിരുന്നോ? അതെ സാർ. കഴിഞ്ഞുപോയ സംഭവത്തിൽ മുസ്തഫയ്ക്ക് ആരെങ്കിലും സംശയം ഉണ്ടായിരുന്നോ? സങ്കടം കൊണ്ട് ഒന്ന് ആലോചിക്കാനോ ചിന്തിക്കാനോ പറ്റില്ല സാറേ. മുസ്തഫക്ക, ഒന്ന് ആലോചിച്ചിട്ട് ചിന്തിച്ചിട്ട് പറ പ്ലീസ്. ലതയുടെ ബന്ധത്തിൽപ്പെട്ടവനാണെന്ന് പറഞ്ഞ് ഒരുത്തും വന്നിരുന്നു. ലതയുടെ വീട് അന്വേഷിച്ച് നടക്കുകയായിരുന്നു. അപ്പോൾ ഞാനാണ് ഈ വീട് കാണിച്ചു കൊടുത്തത്. ആരാണവൻ? ആളെങ്ങനെ ഇരിക്കും? വേറെന്തെങ്കിലും പറഞ്ഞോ? ആരപ്പിത്? ഇതുവരെ ഈ ഭാഗത്തൊന്നും കണ്ടിട്ടില്ലല്ലോ. ഒന്ന് അന്വേഷിച്ച് നോക്കാം. എത്ര സമയമായിട്ട് ട്രൈ ചെയ്യുന്നത്, വിളിച്ചിട്ട് അങ്ങ് എടുക്കുന്നില്ല. എന്തെങ്കിലും പറ്റിയാവോ? ആരാ? ഏടുന്നാ? എന്റെ പേര് രവി. എന്താ ചെയ്യാ, വീടാണങ്ങോട്ട് അറേഞ്ച് ചെയ്യില്ല. ഫോൺ റിങ് അടിക്കുന്നുണ്ട്, പക്ഷെ എടുക്കുന്നില്ല. മാധവന്റെ മകൾ ലത കണ്ണൂരിലൊരു വാടക വീട്ടിൽ താമസിക്കുന്നത് ഞാൻ അറിഞ്ഞു.
കണ്ണൂരിൽ സ്റ്റാർ ഹോട്ടൽ കുക്കായി ജോലി ചെയ്യുന്ന ബാലന്റെ ഭാര്യയല്ലേ മോൻ പറഞ്ഞ ലത? ആ അതെ അതെ, ലതയെ അറിയാമോ? നിങ്ങളെ പേരെന്താ? എന്റെ പേര് മുസ്തഫ. വളവട്ടണം പാപ്പിനിശ്ശേരി വന്ന് അന്വേഷിച്ചപ്പോ ഇപ്പൊ നിൽക്കുന്ന വാടക വീട് ഞാനാ ശരിയാക്കി കൊടുത്തേ. രവി വാ, ഞാൻ തന്നെ വീട് കാണിച്ചു തരാം. ആ മുസ്തഫക്ക, നമ്മളെ ബാലന്റെ വീട്ടിലെങ്ങനെ? അതൊരു ക്രിസ്ത്യാനിന്റെ വീടാണ്. മുസ്തഫ രവിയുടെ നമ്പർ മേടിച്ച് വെച്ചാൽ നന്നായി, പെട്ടെന്ന് വിളിച്ചു വരുത്താൻ സാധിച്ചല്ലോ. അതെ സാർ, ഉടനെ ചങ്ങാതി ആയതിൽ എനിക്കും സന്തോഷായി. ബാലൻ പറയൂ, ലതയെ കൊന്ന് കണ്ടിട്ടുണ്ടായ കാരണം? എപ്പോ കൊന്നു, എങ്ങനെ കൊന്നു? ലത മരണപ്പെട്ട വിവരം വെള്ളിയാഴ്ച വൈകുന്നേരമാണ് ഞാൻ തന്നെ അറിയുന്നത്. അതും മുസ്തഫയെ വിളിച്ചു പറഞ്ഞപ്പോൾ. ബാലനല്ല ലതയെ കൊന്നല്ലേ? ഞാനല്ല കൊന്നത്. കാറ്ററിംഗ് സർവീസ് ജോലിക്ക് കഴിഞ്ഞ വ്യാഴാഴ്ച തന്നെ ഞാൻ മംഗലാപുരത്ത് പോയതാണ്. ഭാര്യ ലത മരിച്ച വിവരം അറിഞ്ഞിട്ടും പിറ്റേ ദിവസമാണ് എനിക്ക് തന്നെ വരാൻ സാധിച്ചത്. ഭാര്യയുടെ മുഖം ഒന്ന് കാണാൻ കൊതിച്ചിട്ടും അതുപോലും സാധിച്ചില്ല. ബോഡി മോർച്ചറിയിലാണെന്നറിഞ്ഞു. അതെ, ഇപ്പോഴും അവിടെ തന്നെയാണുള്ളത്. പോസ്റ്റ്മോർട്ടം നടപടിക്ക് ശേഷം മാത്രമേ ബോഡി തിരിച്ചു കിട്ടൂ. ദൈവമേ, അതെപ്പോഴാണ് കഴിയുക? ചിലപ്പോ പെട്ടെന്ന് കഴിയും. ലതയുമായി വഴക്കൂടാറുണ്ടോ? ഒരു ചെറിയ സംശയം കൊണ്ട്. സംശയം കൊണ്ട്? അവളെ വഴക്ക് പറയാറുണ്ട്, അടിക്കാറുണ്ട്. അതല്ലാതെ അവളെ കൊല്ലേണ്ട ആവശ്യം എനിക്കില്ല, അതിനുള്ള ധൈര്യവും എനിക്കില്ല. വ്യാഴാഴ്ച രവി ഇവിടെ വന്നിരുന്നെന്ന് അറിഞ്ഞു. അതെ സാർ, ഞാൻ വന്നു. ഏത് സമയത്താണ് വന്നത്? എന്തിനാണ് വന്നത്? എപ്പോഴാണ് തിരിച്ചു പോയത്? ഞാൻ കഴിഞ്ഞ ആഴ്ചയാണ് സാറേ ദുബായിൽ നിന്ന് വന്നത്. ഐ സി. എന്റെ മാമൻ മാധവന്റെ മകളാണ് ലത. അത് ഞാൻ അറിഞ്ഞു. ഈ ബാലനായിരുന്നു വരണായി വന്നത്. ബാലന്റെ ജോലി സ്ഥലമായ ഇങ്ങോട്ടേക്ക് ലതയെ പറഞ്ഞു വിട്ടു. ഞാൻ ദുബായിൽ നിന്ന് നാട്ടിൽ വന്നതിന് ശേഷമാണ് സാറേ ഈ കഥകളൊക്കെ ഞാൻ തന്നെ അറിയുന്നത്. അതൊരു നല്ല കാര്യമാണെന്ന് ഞാനങ്ങ് കരുതുന്നു സാറേ. വധുവരന്മാരെ ഒന്ന് കാണാൻ കരുതിയിട്ടാ സാറേ ഞാനിങ്ങോട്ടേക്ക് വന്നത്. ഓഹോ, വന്നിട്ട് രണ്ടുപേരും കണ്ടോ? സാറേ ഞാൻ ലതയെ മാത്രമേ കണ്ടിട്ടുള്ളൂ. കാരണം രവിയേട്ടാ തലവേദന ആയതുകൊണ്ട് ഫോൺ സൈലന്റ് ആക്കി വെച്ച് കിടന്നപ്പോ ഉറങ്ങിപ്പോയി. അതുകൊണ്ടാണ് രവിയേട്ടൻ വിളിച്ചപ്പോ കേൾക്കാതിരുന്നത്. സോറി. നോ പ്രോബ്ലം. തലവേദന വന്നാ ഒന്ന് കിടക്കണം, ഉറക്കം വന്നാ ഒന്ന് ഉറങ്ങണം. രവിയേട്ടൻ ചായ കുടിക്കൂ. താങ്ക് യു. ലതേ, ഞാൻ ദുബായിൽ നിന്ന് വരുമ്പോൾ എന്നും കൊണ്ടുവരുന്ന പോലെ തന്നെയാണ് ഇന്നും കൊണ്ടുവന്നത്. രവിയേട്ടൻ കൊണ്ടുവന്ന ചുരിദാറാണല്ലോ ഞാൻ അധികം ഉടുക്കാറുള്ളത്. നിന്റെ കല്യാണം കഴിഞ്ഞ് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ബാലനോട് ഡ്രസ്സ് കൊണ്ടുവരുമായിരുന്നു. സാരമില്ല രവിയേട്ടാ, ഇപ്പൊ വന്നപ്പോ അറിഞ്ഞല്ലോ. നെക്സ്റ്റ് ടൈം വരുമ്പോ കൊണ്ടുവന്നാ മതി. ഇറ്റ്സ് ഓക്കെ. ലതേ, ഈ സാധനങ്ങൾക്ക് നിന്ന് അവിടെ കൊണ്ടുവെക്കും. ലതേ, നീ ഭക്ഷണം വല്ലതും കഴിച്ചിരുന്നോ? രാത്രിക്ക് ബാലേട്ടൻ വന്നപ്പം ഫ്രൈഡ് റൈസ് കൊണ്ടുവന്നായിരുന്നു. രാവിലെ ചൂടാക്കി അച്ചാറും കൂട്ടി കഴിച്ചു. ഓക്കെ. ഇന്ന് പുലർച്ചെയാണ് ബാലേട്ടൻ മംഗലാപുരത്തേക്ക് പോയത്. ശരി, എന്നെ പോലും അറിയിക്കാതെ നിന്റെ കല്യാണം കഴിഞ്ഞത് അതിലെന്തെങ്കിലും കാരണമുണ്ടോ? അതൊരു കഥയാണ് രവിയേട്ടാ. അറേബ്യൻ കഥയാണോ, രാമായണമാണോ, മഹാഭാരതമാണോ? സ്കൂട്ടർ ഓടിക്കുവാൻ ആഗ്രഹം പെട്ടെന്ന് വന്നു. അച്ഛന്റെ സ്കൂട്ടറിൽ എൽബോർഡ് എഴുതി റോഡിൽ ഓടിക്കാൻ തുടങ്ങി. എന്നിട്ട് നീ ഓടിക്കാൻ പഠിച്ചോ? ബാലൻസ് തെറ്റി റോഡിലൂടെ നടന്നു പോകുന്ന അയാളുടെ, അതായത് ബാലേട്ടന്റെ കാലിൽ വണ്ടി കയറ്റി. വെരി ഇൻട്രസ്റ്റിംഗ്. അയാൾ മലക്കം പറഞ്ഞു, ഞാൻ ഇപ്പറ തലയും കുത്തി. ദൈവമേ, എന്നിട്ട്? അയാൾക്ക് പാദം മുതൽ മുട്ടുവരെ നല്ല പരിക്ക്. പിന്നെ മലക്കം പറഞ്ഞ പിന്നെ പരിക്ക് പറ്റാതിരിക്കോ? പെട്ടെന്ന് തന്നെ ഓട്ടോ കൂട്ടി അയാളെ ആശുപത്രിയിലേക്ക്. എന്നിട്ട് ഡോക്ടർ എന്ത് പറഞ്ഞു? ഒരാഴ്ച അഡ്മിറ്റ് ചെയ്യാനും പറഞ്ഞു. കൂടെ ഒരാൾ വേണമെന്നും പറഞ്ഞു. അയാളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നോ? നിന്നോട് ദേഷ്യപ്പെട്ടോ? എന്തെങ്കിലും വഴക്ക് വല്ലതും പറഞ്ഞോ? അയാളുടെ അച്ഛൻ, അമ്മ, ബന്ധുക്കളെല്ലാം കൊല്ലത്താണ്. അയാൾ ചെറുപ്പത്തിലെ ഒളിച്ചോടി വന്നതാണ്. ഓ, മംഗലാപുരം, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, ലാസ്റ്റ് കണ്ണൂരെത്തി. ഓഹോ, അപ്പോ നാട് വിറ്റ് നടക്കുന്ന വാലവനാണല്ലേ അയാള്? ആരും ഇല്ലാത്തോണ്ട് ഹോസ്പിറ്റലിൽ ഞാൻ തന്നെ വന്ന് നിൽക്കേണ്ടി വന്നു. അവിടെയൊക്കെ ഹോട്ടലിൽ ജോലി ചെയ്തിട്ട് ഇപ്പൊ കണ്ണൂരാണ് ജോലി. അപ്പൊ നിന്റെ മോഹങ്ങളും ആഗ്രഹങ്ങളും എല്ലാം കഷ്ടത്തിലും നഷ്ടത്തിലും ആയി അല്ലേ? രവിയേട്ടൻ പറഞ്ഞതും സത്യമാണ്. ഓഹോ, അപ്പൊ അത് പറയാനിപ്പോ കാരണം? അയാളെ എനിക്ക് ലൈഫ് പാർട്ട്ണറായി കിട്ടിയല്ലോ. അച്ഛന്റെ അമ്മയുടെ സമ്മതത്തോടെ പെട്ടെന്ന് കല്യാണം കഴിഞ്ഞു. ഇത് അറേബ്യൻ കഥയല്ല, രാമായണമല്ല, മഹാഭാരതമല്ല. ഇതാണ് ലതാ ബാലൻ കഥ. വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ പെട്ടെന്ന് ബാലേട്ടൻ എന്നെയും കൂട്ടി ഇങ്ങ് പോന്നു. കണ്ണൂരിലെ സ്റ്റാർ ഹോട്ടലില് കുക്കായിട്ട് ജോലി ചെയ്തിരുന്നെന്ന് ആളാണെന്ന് എന്നോട്
മുസ്തഫ പറഞ്ഞിരുന്നു. അതെ അതെ, ബാലേട്ടനിടയ്ക്ക് കാറ്ററിംഗ് സർവീസ് ജോലിക്കും പോകാറുണ്ട്. ഓഹോ, ഡബിൾ ഗെയിം. സോറി, ഡബിൾ ഇൻകം. അങ്ങനെ പോയാലും മുസ്ലിംസിന്റെ മാര്യേജിനെ പോകാറുള്ളൂ. ഓഹോ, എന്നാലല്ലേ എൻവി ഐറ്റം ഇഷ്ടം പോലെ കഴിക്കാൻ പറ്റുമോ? രവിയേട്ടൻ എന്തെങ്കിലും ചിന്തിച്ചിരുന്നോ? അതെ, ആ കാര്യം മുസ്തഫ എന്നോട് പറഞ്ഞിരുന്നു. ഇന്ന് വ്യാഴാഴ്ച പുലർച്ചയ്ക്ക് മംഗലാപുരത്തിന് പോയതാ, ഞായറാഴ്ച ഈവനിങ്ങിലേ തിരിച്ചു വരൂ. ഓഹോ, ഈ കാര്യവും എന്നോട് മുസ്തഫ പറഞ്ഞിരുന്നു. പിന്നെ വീടും പരിസരവും നന്നായിട്ട് ശ്രദ്ധിക്കണമെന്ന് ബാലം പറഞ്ഞിട്ടാ പോയെന്ന് മുസ്തഫ എന്നോട് പറഞ്ഞിരുന്നു. നീ തനിച്ചാണല്ലോ, നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് അങ്ങനെ പറഞ്ഞെന്നാണ് ഞാൻ കരുതുന്നത്. ശരിയില്ലതേ, ഞാൻ ഇറങ്ങട്ടെ, സമയമേറെയായി. എനിക്ക് 1-2 സ്ഥലത്തൂടെ പോകാനുണ്ട്. പെട്ടെന്ന് പാചകം ചെയ്യാം, എന്തേലും കഴിച്ചിട്ട് പോവാൻ രവിയേട്ടാ. നോ താങ്ക്സ് ലതാ, ബാലനോട് വരട്ടെ, നമുക്കൊന്നിച്ചിരുന്ന് 3 പേർക്ക് ഒന്നിച്ച് കഴിക്കാം. എന്നാ അങ്ങനെ ആയിക്കോട്ടെ രവിയേട്ടാ. എന്റെ വീട്ടുകാരോടും രവിയേട്ടന്റെ വീട്ടുകാരോടും അന്വേഷണം പറയണേ. ഓക്കെ ലതേ, പറയാം. മറക്കല്ലേ രവിയേട്ടാ. അപ്പോ രവി ഇവിടുന്ന് പെട്ടെന്ന് തന്നെ പുറപ്പെട്ടു അല്ലേ? ഈ വീട് അന്ന് മുതൽ പോലീസ് കസ്റ്റഡിയിലായിരുന്നു. ബാലൻ എവിടെയായിരുന്നു? എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ജബാറിൻ്റെ കൂടെയായിരുന്നു സാർ. ഐ സി. യെസ്, താങ്ക് യു. യു മേ ഗോ. ഞാൻ മണ്ടത്തരം ചെയ്തു. മുസ്തഫ എന്നാ പെറുക്കുന്നത്? അയ്യപ്പ സാർ, ബാലൻ വീടും പരിസരവും ശ്രദ്ധിക്കാൻ പറഞ്ഞാണ് മംഗലാപുരത്തേക്ക് പോയത്. അന്ന് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ അസംഭാവികം നടക്കില്ലായിരുന്നു. മുസ്തഫ എവിടെയായിരുന്നു? എന്റെ മൂത്ത മകൾ അമിതയെ പ്രസവത്തിന് വേണ്ടിട്ട് ആസ്പത്രിയിൽ അഡ്മിറ്റ് ആക്കിയിരുന്നു. അന്ന് രവിയെ ഇവിടെ കൊണ്ടുവിട്ടതിന് ശേഷം അമിത ആൺകുട്ടിയെ പ്രസവിച്ചെന്ന് പുതിയാപ്പിള റാഫി വിളിച്ചു പറഞ്ഞിരുന്നു. അപ്പോൾ തന്നെ സന്തോഷത്തിൽ ഞാൻ ആസ്പത്രിയിലേക്ക് പുറപ്പെട്ടു. അവിടെയാണ് തെറ്റുപറ്റി. ഇതിന് എന്ത് പറ്റും മുസ്തഫ? അത് നിങ്ങൾ പോകേണ്ട കാര്യം തന്നെയല്ലേ? കുഞ്ഞിനെയും മകളെയും പിറ്റേന്ന് കാണാമായിരുന്നു, പക്ഷേ ഇവിടത്തെ മകളെ നഷ്ടപ്പെട്ടു. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ആരറിഞ്ഞു മുസ്തഫ? അതൊക്കെ ശരിയാണ് അയ്യപ്പൻ സാറേ, എല്ലാം പടച്ചവന്റെ ഓ കളി. മൈ ഗോഡ്, ലതയുടേത് വെറും മരണം മാത്രമല്ല, അതിൽ പ്രധാനം മരിക്കുന്നതിന് മുമ്പ് ആരുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. യാ അല്ലാ. പിന്നെ ആരായിരിക്കും? നിങ്ങളെല്ലാവരും എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നത്? ആ നിഷ്ക്രിയ പ്രവൃത്തി നിങ്ങൾ ആരാണ് ചെയ്യുന്നറിയാൻ എൻ്റെ അടുത്ത് ഐഡിയ ഉണ്ട്. എന്താണ് സാർ ഐഡിയ? അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹായം ആവശ്യമുണ്ട്. നിങ്ങൾ ആരും ഒഴിഞ്ഞു പോകരുത്. അങ്ങനെ പോയാലും ആരെയും ഞാൻ വിടില്ല. ആ ഐഡിയ പെട്ടെന്ന് പറയും സാർ, എല്ലാരും അറിയുന്ന കാര്യം തന്നെ, DNA ടെസ്റ്റ്. എങ്കിൽ ആ ഐഡിയ എത്ര പെട്ടെന്ന് നടക്കട്ടെ സാർ. ആ ദുഷ്ടനെ ഞാൻ എൻ്റെ കൈ കൊണ്ട് തന്നെ. ബാല, നീ സമാധാനപ്പെട്. അതിനല്ലേ ഇടാ നിയമവും കോടതിയെല്ലാം. സാർ, ഇത് പുറത്തുനിന്ന് വന്നിട്ട് ആരെങ്കിലും ചെയ്തതാണെങ്കിലോ? ഗുഡ്, മുസ്തഫ നല്ല ചോദ്യം തന്നെയാണ് ചോദിച്ചത്. പിന്നീട് ആലോചിക്കാം. ആദ്യം നിങ്ങളൊക്കെ എനിക്ക് സപ്പോർട്ട് ചെയ്യൂ. ഐ ആം റെഡി. ഈ വാക്കുകളിൽ കേട്ടിട്ട് എനിക്ക് വല്ലാണ്ട് തലവേദന എടുക്കുന്നു. ഞാനൊന്ന് സ്മോക്ക് ചെയ്തിട്ട് Yes, you may go. Same good kick. രവി, എനിക്കൊരു സിഗരറ്റ്. അയ്യപ്പ സാർ. അയ്യോ എന്റെ കാല്. നീ എങ്ങോട്ടാണ് ഓടാൻ നോക്കിയേ? നിന്നൊക്കെ ഞാൻ കാണിച്ചേടാ. നിങ്ങൾക്ക് ഞാൻ കഴിവറി. നീ ആരാടാ ഇറക്കടാ. ദേവി പറയൂ, എന്താണ് സംഭവിച്ചത്? ഒന്നും പറയാതിരുന്നാൽ ഞങ്ങൾ ഒന്നും ചെയ്യില്ലെന്ന് വെച്ചോ? പോലീസിന്റെ അടവൊക്കെ നീ അറിയാൻ പോകുന്നേ ഉള്ളൂ. സാറേ, ഇവനെ എനിക്ക് വിട്ടുക. ഇവനെ കൊണ്ട് തത്ത പറയണമെന്ന് ഞാൻ പറയിച്ചത്. അയ്യപ്പ, ഇവന്റെ അടുത്ത് നിന്റെ അടവ് കാണിക്കണോ? എങ്കിലേ ഇവനൊക്കെ സത്യം പറയൂ സാറേ. സാറേ, ഒരടവും വേണ്ട സാർ. ഉള്ള സത്യം എന്താണ് ഞാൻ അന്ന് തുറന്നു പറയാം. ഇച്ചിരി വെള്ളം വേണം സാറ് കുടിക്കാൻ. അയ്യപ്പ, ഇച്ചിരി വെള്ളം കുടിക്കണം. നീ പോലീസിനെ കുറിച്ച് എന്താ വിചാരിച്ചേ? നീ ഒരു അടവ് കാണിച്ച്
കുറ്റം ചെയ്യുമ്പോൾ നമ്മൾ 10 അടവ് വെച്ച് നിന്നെ പിടിക്കും. അതാണ് പ്രത്യേകിച്ച് കേരള പോലീസ്. എന്നടാ കുടുക്കി. ആ വെള്ളം കൂടി. കാര്യങ്ങൾ ഞാൻ പറയാം സാർ. അന്ന് വൈകുന്നേരം ലതേ, നിന്റെ പെരലെന്നാടി കഴുത്തിന്റെ താഴെ ഒരു പാട് കാണുന്നു. ഒന്നുമില്ല രവിയേട്ടാ, അത് ചൊറിഞ്ഞതായിരിക്കും. നിക്ക് സംതിങ് റോങ്. ഇതിന് പറ്റിയ ഓയിൽമെന്റ് എൻ്റെ കയ്യിലുണ്ട്. ലതേ, ഇത് 2 ദിവസം തേച്ചാൽ മതി, പെട്ടെന്ന് ഉണങ്ങി. അല്ലെങ്കിൽ വേണ്ട, നിനക്ക് കഴുത്തിന്റെ പുറത്ത് തേക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, ഞാൻ തന്നെ തേച്ചുതരാം. ഇത് ചൊറിഞ്ഞു പൊട്ടിയ പാടല്ലല്ലോ വെള്ളം, കണ്ടിട്ട് കത്തുന്ന സിഗരറ്റ് വെച്ച് വിളിച്ച പോലെ തോന്നുന്നുണ്ടല്ലോ. എന്നാന്ന് സംഭവിച്ചത്? സത്യം പറ. ഇവിടെ എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ടല്ലോ. രവിയേട്ടാ, എന്റെ ജീവിതത്തിൽ ഞാൻ തോറ്റുപോയി രവിയേട്ടാ. അതെ, മനസ്സിലാകുന്ന രീതിയിൽ പറയരുത്. ബാലേട്ടൻ ഒരു നല്ല മനുഷ്യനാണെന്ന് കരുതിയാണ് ഞാൻ കഴുത്ത് നീട്ടിക്കൊടുത്തത്. പിന്നീടാണ് അറിഞ്ഞത് നല്ലൊരു കള്ളുകുടിയനായിരുന്നെന്ന്. അതും കൂടാതെ എന്നെ ഇപ്പൊ സംശയിക്കാനും തുടങ്ങി. എന്ത് സംശയമോ? നിന്നെ സംശയിക്കാൻ കാരണം? കാരണം ബാലേട്ടൻ്റെ ഒരു കാര്യം. ലതേ, എനിക്ക് ചുരിദാർ ഇടാൻ പാടില്ല, സാരിയെ ഉടുക്കാൻ പാടുള്ളൂ എന്നും പറഞ്ഞ് 2 സാരിയും വാങ്ങിത്തന്നു. എനിക്കാണെങ്കിൽ സാരി ഉടുക്കാൻ അറിയില്ല. നാട്ടിൽ ചെന്ന് അമ്മയോട് പറഞ്ഞ് സാരി ഉടുക്കാൻ പഠിക്കണം. ബാലേട്ടൻ വന്നോ? ഇതാരാ? ഞാൻ ഉണ്ണികൃഷ്ണൻ. ശാരദ ടീച്ചറിന്റെ മകനല്ലേ? അതെ ചേച്ചി. അകത്തേക്ക് വരൂ. എന്താ മോനെ വിശേഷം? ഇന്നെന്റെ ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ ഉണ്ണികൃഷ്ണ. താങ്ക് യു ചേച്ചി. എൻ്റെ അച്ഛൻ ദുബായിൽ നിന്ന് കൊണ്ടുവന്ന മുട്ടായിയാണ്. അമ്മ വെച്ച പായസമാണ്. ഓ, അച്ഛൻ ദുബായിൽ നിന്ന് വന്നിട്ടുണ്ടല്ലേ? ഒന്ന് കാണണല്ലോ. ഒരു ദിവസം വീട്ടിലോട്ട് വാ. ശരി മോനെ, എനിക്ക് പായസം വെച്ച ജീവനാ, ഞാൻ ആദ്യം കുടിക്കട്ടെ. ഷേ, ചേച്ചി കുടിക്കേണ്ട പായസം ചേച്ചി സാരിയാണല്ലോ കുടിച്ചത്. സാരമില്ല, ബാലേട്ടനും ചേച്ചിക്കുമുള്ളത് ഞാൻ വേറെ കൊണ്ടുവരാം. മൂത്രമൊഴിക്കാൻ സമ്മതിക്കില്ല. ആരേത്? ശാരദ ടീച്ചറുടെ മോനല്ലേ? അവനെന്താണ് എന്റെ വീട്ടിൽ കാര്യം? ഒന്ന് അറിയണമല്ലോ. സാരി മാറ്റിയാലോ? അല്ല വേണ്ട, ബാലേട്ടൻ വന്നതല്ലേ, കണ്ട സന്തോഷാവും. ഹായ് ലത. ആ, ബാലേട്ടൻ വന്നോ? പെട്ടെന്ന് ജോലി കഴിഞ്ഞോ? പെട്ടെന്ന് വന്നതുകൊണ്ടല്ലേ നിന്റെ ചീത്ത പ്രവർത്തികളെല്ലാം ഞാൻ കാണേണ്ടി വന്നത്. ബാലേട്ടൻ എന്താ പറയുന്നേ? ഒന്നും മനസ്സിലായില്ലല്ലോ. ചോറ് വിളമ്പട്ടെ? ചോറ് നിന്റെ മറ്റവന് വിളമ്പി കൊടുക്കടി. എന്താ പറയുന്നേ? അങ്ങനെ ഒരാളുണ്ടോ? എനിക്ക് ഒരുത്തിന് ഇറങ്ങിപ്പോയില്ലേ അവൻ തന്നെ തർക്കുത്തരം പറയുന്നോടി നിന്നെ ഞാൻ. ആ തലയ്ക്ക് അടി കിട്ടിയതിനു ശേഷമാണ് എനിക്ക് തലവേദന വന്നത്. ഞാൻ ഡോക്ടറെ നീ കാണിച്ചില്ലേ? കാണിക്കണമെന്ന് വിചാരിക്കും, അത് മറന്നുപോകും. ലതേ, ഈ കാര്യങ്ങളൊക്കെ നിന്റെ അച്ഛനും അമ്മയ്ക്കും അറിയാമോ? ഇല്ല, സ്വന്തം പല്ലിക്കുത്തി നാറ്റിക്കരുതല്ലോ, അതാ പറയാതിരുന്നത്. ശരിയാണ്, നീ തന്നെ തെരഞ്ഞെടുത്ത് വരണല്ലേ. പിന്നെ ഞാൻ വന്നതിന് ശേഷം ബാലനെ കണ്ടെന്ന് ഞാനൊന്ന് അഡ്വൈസ് ചെയ്യും. പിടിച്ചു പൂസായി വരുന്ന ആളോട് എത്ര അഡ്വൈസ് ചെയ്തിട്ടും ഒരു പ്രയോജനമില്ല. പോത്തിന്റെ ചെവിയിൽ വേദ പൊതുന്ന പോലെയാണിത്. കുടിയന്റെ വർത്താനം കേട്ട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല രവിയേട്ടാ. ഞാനൊരു ചീത്തപ്പെണ്ണാണെന്നും കണ്ടവനെ വീട്ടിൽ കയറ്റുന്നവളാണെന്നും പറഞ്ഞ് ഞാൻ ഒരു കാലത്തും കെട്ടിയവനോട് ദ്രോഹം ചെയ്തിട്ടില്ല രവിയേട്ടാ, ചെയ്യുവേയില്ല. നീ അങ്ങനത്തെ ഒരു ചീത്ത പെണ്ണല്ലെന്ന് എനിക്കറിയാനുള്ളത്. ബാലേട്ടനെ ഞാൻ ദ്രോഹിച്ചാലും മറ്റേതെങ്കിലും ചതിയിൽപ്പെട്ടാലും പിന്നെ ഞാൻ ജീവനോട് ഇരിക്കില്ല രവിയേട്ടാ. എവിടെയെങ്കിലും ചാടി ഞാൻ ആത്മഹത്യ ചെയ്യും. അങ്ങനെയൊന്നും പറയല്ല ലതേ, അങ്ങനെയൊന്നും വരാതിരിക്കാൻ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ലതേ, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 1-2 വർഷങ്ങൾക്കായില്ലേ? ഇതൊരു വിശേഷങ്ങളൊന്നും ആയിട്ടില്ലേ? ഞാൻ പറഞ്ഞില്ലേ രവിയേട്ടാ, കുടിച്ചു പൂസായി വന്ന് കിടക്കും, കൂർക്കം വലിച്ചു കിടന്നുറങ്ങും. പിന്നെ എങ്ങനെയാ രവിയേട്ട വിശേഷമൊക്കെ? ശരി രവിയേട്ടാ, ഞങ്ങളെ പറ്റി എല്ലാം അറിഞ്ഞല്ലോ. കെട്ടുപ്രായം കഴിഞ്ഞ് രവിയേട്ടൻ എന്താ ഇതുവരെ കല്യാണം കഴിക്കാത്തത്? ലതേ, ഞാൻ വിവാഹം കഴിച്ചിട്ട് 3 വർഷമായി. 1.5 വയസ്സുള്ള ഒരു പെൺകുട്ടി എനിക്കുണ്ട്. എൻ്റെ അമ്മയും അച്ഛനെ പോലും ഞാനത് അറിയിച്ചിട്ടില്ല. അടുത്ത പ്രാവശ്യം ഞാൻ എൻ്റെ ഭാര്യയും മകളെയും കൂട്ടി വരുമ്പോൾ എല്ലാവർക്കും ഒരു സർപ്രൈസ് ഞാൻ കൊടുക്കും. വിവാഹം എവിടെ വെച്ചായിരുന്നു രവിയേട്ടാ? ദുബായില് കൃഷ്ണന്റെ അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നുണ്ടോ? രവിയേട്ടൻ എന്താ പറഞ്ഞത്? ഒരു മുസ്ലിം രാജ്യത്ത് കൃഷ്ണന്റെ അമ്പലമോ? ഉണ്ടല്ലേ, പെണ്ണു വലിയ തറവാട്ടില്ല. എന്റെ കൂടെ ജോലി ചെയ്യുന്ന പ്രകാശിന്റെ പങ്കള്. രവിയേട്ടാ, എനിക്ക് തലവേദന എടുക്കുന്നു, ഞാനൊന്ന് ഇരുന്നോട്ടെ? ഓ, ഇരിക്കും. നീ ഇവിടെ നിന്നിരുന്ന് റെസ്റ്റ് എടുക്ക, തലവേദനക്ക് ഒന്ന് മാറട്ടെ. ഞാൻ ഇറങ്ങുവാ, നീ കഥകൾ നടച്ചു. രവിയേട്ടാ, എനിക്ക് തല കറങ്ങുന്നു. അയ്യോ പെണ്ണെ, എന്തു പറ്റി? അയ്യോ, എഴുന്നിട്ട് ലതയുടെ മരണത്തിന് നീ തന്നെയാ കാരണക്കാരൻ.
ബാലേട്ടനെ ഞാൻ ദ്രോഹിച്ചാലും മറ്റേതെങ്കിലും ചതിയിൽപ്പെട്ടാലും പിന്നെ ഞാൻ ജീവനോടെ ഇരിക്കില്ല രവിയേട്ടാ. എവിടെയെങ്കിലും ചാടി ഞാൻ ആത്മഹത്യ ചെയ്യും. നിന്റെ ചതിയിൽ അവൾ പെടുകയും ചെയ്തു, അവൾ പറഞ്ഞതുപോലെ ചെയ്യുകയും ചെയ്തു. അതെ സാർ, ലത അബോധാവസ്ഥയിൽ കിടക്കുമ്പോൾ ഞാൻ തന്നെയാണ് സാറേ അത് ചെയ്തത്. സാറ് എന്നെ വിശ്വസിച്ചു എന്നുള്ള ഞാൻ തന്നെ ചതിച്ചു സാറ്. ഞാനവളെ ചതിച്ചു സാറ്. ഞാനവളെ ചതിച്ചു സാറ്. കാര്യം പറഞ്ഞ വേലി തന്നെ വിളവ് വന്നു. എനിക്ക് മാപ്പ് വേണ്ട സാർ. എനിക്ക് മാപ്പില്ല സാറേ. എനിക്ക് മാപ്പ് വേണ്ട. എനിക്ക് മാപ്പിന് അർഹതയില്ല സാറേ. എനിക്ക് മാപ്പിന് അർഹതയില്ല.